നമസ്കാരം ഗൈസ്, മിസ്സസ് ആർജയാണ്. അപ്പൊ ഞങ്ങള് എവിടെ എത്തി? പരുത്തിക്കുഴിയിലെത്തി. നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പൊ ഗൈസ് വീട്ടിൽ പോയിട്ട് നോക്കാം നമ്മുടെ കിണറിന്റെ കാര്യം എന്തായിരുന്നു. വെള്ളം പോയി നോക്കട്ടെ. ലവ് യു ടു തേങ്ങ, എനിക്ക് ലവ് യു പറഞ്ഞു പുല്ലൊക്കെ കുറച്ച് തരാണ്. തേങ്ങ കിളിയാണ് ഇടയ്ക്കിടയ്ക്ക് ആണ്. നിശ്ചിതേ മുടി ചെമ്പരത്തേക്ക് വെച്ച് പട്ടിനെ കുറപ്പിക്കാണ്ട് കാണാൻ വെച്ച് നിൽക്കണം. നമ്മൾ ഈവനിങ് വർക്ക് വരുന്ന സമയമാണ്. അപ്പം ആ ഒരു ടൈമിൽ നോക്കി പതക്കം പോവാണ്. ഇനി നമ്മൾ വീട്ടിൽ പോകാം. അപ്പോൾ ഗൈസ് ഇവന്മാർ കിണർ നല്ല പണിയുണ്ട് ഗൈസ്. വേസ്റ്റ് ഫുള്ളും എവിടെ ഇടാൻ പറഞ്ഞു ഇവന്മാർ എവിടെ പോയി നോക്കി കാണിച്ചില്ല ഗൈസ്. വീട്ടിലെ കിണറിന്റെ സൈഡത്തിന് ഇട്ട് പോയി. വേസ്റ്റ് എങ്ങോട്ട് വരിടാൻ വേണ്ടി പറഞ്ഞു ഇവന്മാർ എടുത്ത് ഇവന്മാർ എവിടെ ഇട്ട് നോക്കിയേ. വേസ്റ്റ് എടുത്ത് അപ്പുറത്തിടാൻ പറഞ്ഞിട്ട് വേസ്റ്റ് കിണറിന്റെ സൈഡത്തിന് എടുത്തിട്ട് നല്ല പണി ഇവന്മാർ കാണിച്ച്. ഇതാണ് ഗൈസ് കിണറിന്റെ അവസ്ഥ. കിണറിന് നല്ല പണിയുണ്ട്. വേറൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഗൈസ് അവസ്ഥ. ശരിക്കും ഇത് വെട്ടിക്കോരി ഇപ്പുറത്തിനാണ് പറഞ്ഞത്. അമ്മ ഇവിടെ ഇട്ടിട്ട് പോയി. കിണറിന്റെ ചോദ്യത്തിന് ഇട്ടിട്ട് പോയി. മൊത്തം പണിക്ക് പോയി പണി എന്നിട്ട് പോയത് അവന്മാർ അല്ലേ. എന്നിട്ട് ഇനിയും കാശ് വേണം നമ്മൾക്ക്. ഇനി ബ്ലീച്ചിങ് പൗഡർ വീണ്ടും കഴുകി വൃത്തിയാക്കി സെറ്റാക്കി അതാണ് അവന്മാർ ചെയ്ത് പണി കണ്ടിട്ട്. എനിക്ക് അറിഞ്ഞൂടാ ഈ കിണർ വൃത്തിയാക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തുനിന്ന് പാമ്പേഴ്സ്, കോണ്ടം, അതുപോലെ തന്നെ പാഡ് ഇതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ അകത്തുങ്ങൾ വിളിക്കുന്നത്. ഇത് വിളിച്ച് ഇതൊക്കെ ഇടുന്ന ആൾക്കാർക്ക് മനസാക്ഷിയുണ്ട്. എന്തൊരു സ്വഭാവങ്ങളാണ്. കുടിക്കുന്ന വെള്ളത്തിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വിലയിൽ അത്രയും ഫോണിന്റെ പൗച്ചിന്റെ വേസ്റ്റ് അത് ഇതെല്ലാം കൊണ്ടിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യാത്ത, നമുക്കൊരു ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും ആരും നടത്തൂല. ഈ ചെയ്ത എന്തായാലും നന്നായിരിക്കൂല. അവന്റെ തലയിലേക്ക് അവനൊക്കെ നല്ല വലുത് കൊടുക്കും. പരിപാടിയാണ് കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇത് അറിയാതല്ലേ 3-4 വർഷം മുമ്പ് വെള്ളം കുടിച്ചത്. ഉള്ള മാങ്ങ ഫുള്ളും പറിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്മളെ പാത്രം, നമ്മൾ ഭക്ഷണം പാത്രമൊക്കെ എടുത്ത് നമ്മൾ പുറത്തിട്ട് പോയി കേസ്. പിന്നെ നമ്മൾ കുടിവെള്ളം നടക്കുന്ന ബക്കറ്റ് എല്ലാം എടുത്ത് വലിച്ചിട്ട് കാണിച്ചു തരാം കേസ്. നമ്മൾ ഭക്ഷണം പ്ലേറ്റാണ് കേസ് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോയിരിക്കണം വഴിയിലേക്ക്. കഴിഞ്ഞ ദിവസം കഴിച്ച് നമ്മുടെ പറമ്പിൽ ഒരു ചാക്കിൽ വേസ്റ്റ് കൊണ്ടിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡിസ്കഷൻ ചെയ്ത് കൊടുത്തായിരുന്നു. അവരുടെയൊക്കെ തലയിൽ ഇടുത്തി വീട്ടുന്നത്. ശരിക്കും കിണറ്റിലേക്ക് കൂടുതൽ കിണറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന തലയിലേക്ക് ഇടുത്തിയല്ല കേസ്. അവന്റെ കുടുംബത്തിലൊക്കെ ഇതൊക്കെ മേളിൽ ദൈവം വേറെ വെള്ളം കൊടുക്കണം കേസ്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഈ അവസ്ഥ വരുമ്പോൾ മനസ്സിലാവും. കിണറ്റിലേക്ക് കൊണ്ട് ഇട്ടിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ വെറുതെ ദൈവം വിടാൻ പാടില്ല. ഇതൊക്കെ നന്നായിട്ട് പണി കൊടുക്കണം. അത്രേ ഉള്ളൂ. അതൊക്കെ അതിനുവേണ്ടി ഉറപ്പാണ് നമ്മൾ പ്രാർത്ഥിക്കും. ഉറപ്പായിട്ടും